ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് മഹാഭാഗവതത്തിലെ ഭഗവാന്റെ തിരു അവതാരവും അതിനുശേഷമുള്ള ഭഗവാന്റെ ലീലകളുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഭഗവാൻ അവതരിച്ചതിനു ശേഷം 2 യാത്രകളാണ് ഭഗവാൻ നടത്തിയത്. ആ 2 യാത്രകളും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു. 2ാമത്തെ യാത്ര കേട്ടിട്ടില്ലാത്ത എല്ലാവരും കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കേൾക്കണം. ആദ്യത്തെ യാത്ര ഭഗവാൻ കാരാഗ്രഹത്തിൽ നിന്നും അമ്പാടിയിലേക്ക് എത്തിയ യാത്രയാണ്. എല്ലാവരും നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ബാക്കി കഥാഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. അവസാനം വരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി കഥ കേട്ട് പ്രാർത്ഥിക്കുക. ഒരു ദിവസം ഭഗവാൻ ശ്രീകൃഷ്ണനും ജ്യേഷ്ഠനായ ബലരാമനും കൂട്ടുകാരും ഒരുമിച്ച് വൃന്ദാവനത്തിൽ പശുക്കിടാങ്ങളെ മേച്ചുകൊണ്ടു നിൽക്കുമ്പോൾ കംസനാൽ നിയുക്തനായ ഒരസുരൻ പശുക്കുട്ടിയുടെ ആകൃതി ധരിച്ച് ഗോവത്സങ്ങളുടെ ഇടയിൽ കയറി നിന്ന് മേയാൻ തുടങ്ങി. സൂത്രത്തിൽ അടുത്തടുത്തു വന്ന് വസുദേവപുത്രനെ വധിക്കണമെന്നതായിരുന്നു ആ അസുരൻ്റെ ഉദ്ദേശം. താൻ ആരാണെന്ന് അറിയാതിരിക്കുന്നതിനു വേണ്ടിയിട്ടാണ് പശുക്കുട്ടികളുടെ കൂട്ടത്തിൽ മറ്റൊരു പശുക്കുട്ടിയുടെ വേഷമണിഞ്ഞ് അവൻ മേയാൻ വന്നത്. യമുനയുടെ കുഞ്ഞോളങ്ങളെ തട്ടിയും ഗോവർദ്ധനഗിരിയുടെ കൊടുമുടിയെ തഴുകിയും സാവധാനമണയുന്ന കുളിർത്തെന്നലേറ്റ് ആനന്ദം പൂണ്ട് ഓടക്കുഴലൂതി നിൽക്കുന്ന കോടക്കാർ വർണ്ണൻ ആ ദാനവനെ തിരിച്ചറിഞ്ഞു. അടുത്തു നിന്നിരുന്ന അഗ്രജനെ ആ വിവരം രഹസ്യമായി ധരിപ്പിച്ചതിനു ശേഷം ആർക്കും സംശയം തോന്നാത്ത വിധം മുരളിയെടുത്ത് എളിയിൽ തിരുകി മുകിൽവർണ്ണൻ കളിമട്ടിൽ പശുക്കിടാങ്ങളുടെ ഇടയിൽ കൂടി അവയെ തൊട്ടുരുമ്മി തലോടിക്കൊണ്ട് മെല്ലെ മെല്ലെ നടന്ന് ദൈത്യനായ ഗോവത്സത്തിൻ്റെ പുറകിൽ ചെന്ന് വാലും 4 കാലുകളും വാരി ഒന്നിച്ചു കൂട്ടിപ്പിടിച്ചു തൂക്കിയെടുത്തു പൊക്കി വട്ടം ചുഴറ്റി അടുത്തു നിന്നിരുന്ന ഒരു വലിയ വടവൃക്ഷത്തിൻ്റെ മൂട്ടിലേക്ക് ആഞ്ഞെറിഞ്ഞു. ആ മരത്തിൽ ചെന്നിടിച്ച് തല തകർന്ന് ശരീരം നുറുങ്ങി ആ അസുരൻ ചത്തുമലച്ച് ഒരു കരിമല പോലെ അകലത്തിൽ ചെന്നു വീണു. ചങ്ങാതിമാർ അത് കണ്ട് അത്ഭുതം പൂണ്ട് സന്തോഷത്തോടുകൂടി കൃഷ്ണനെ എടുത്തുപൊക്കി ആർപ്പു വിളിച്ചുകൊണ്ട് തുള്ളിച്ചാടി. വൈകുന്നേരം തങ്ങളുടെ ഗൃഹത്തിലെത്തി അസുര നിഗ്രഹത്തെക്കുറിച്ചുള്ള വാർത്ത ബലരാമൻ തങ്ങളുടെ മാതാപിതാക്കളെ അറിയിച്ചു. നന്ദഗോപരും മറ്റു ഗോപന്മാരും യശോദാദേവിയും രോഹിണീദേവിയും രാധാദേവിയും തുടങ്ങിയ ഗോപജനങ്ങളെല്ലാവരും ആ കഥയറിഞ്ഞ് ഭയപ്പെട്ടു. അറിഞ്ഞവർ വന്ന് സന്തോഷത്തോടുകൂടി ചെന്താമരക്കണ്ണനെ എടുത്തു ചുംബിച്ച് ആശ്ലേഷിച്ചു. എന്നിട്ടും തങ്ങളുടെ ഓമനക്കുട്ടനായ ഉണ്ണികൃഷ്ണൻ ഒരു അതിമാനുഷനാണെന്നുള്ള ബോധം അവർക്കാർക്കുമുണ്ടായില്ല. മത്സാസുരൻ കൊല്ലപ്പെട്ട വൃത്താന്തം ഭോജരാജൻ യഥാ അവസരം ചാരന്മാർ മുഖേന അറിഞ്ഞു. അതോടുകൂടി ആ ദുഷ്ടന്റെ മരണഭീതി വർദ്ധിച്ചു. ദേവകീസുതനാണ് തൻ്റെ ഘാതകനെന്ന് അശരീരി ഉണ്ടായെങ്കിലും അമ്പാടിയിൽ ജനിച്ച് വൃന്ദാവനത്തിൽ വളരുന്ന ഗോപകുമാരനാണ് തൻ്റെ ശത്രുവെന്ന് കംസൻ അപ്പോഴും വിചാരിച്ചു. മായാവികളും ബലശാലികളുമായ ദാനവ പ്രവരന്മാർ തനിക്ക് അനുചരന്മാരായി ഉള്ളതുകൊണ്ടും യാതൊരു പ്രയോജനമില്ലെന്നും വന്നിരിക്കുന്നു. പൂതന, ശകടൻ, തൃണാവർത്തൻ, വത്സൻ എന്നീ 4 അതികായകന്മാരായ ബലിഷ്ഠർ ആ അത്ഭുത ബാലന്റെ കയ്യാൽ മരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു.
ഇനിയും അവൻ ജീവിക്കുവാൻ പാടില്ല. ഈ വിധം ചിന്തിച്ച കംസൻ പൂതനയുടെ കനിഷ്ഠ സഹോദരനും 100 ആനയുടെ ബലമുള്ളവനുമായ ബഗനെന്ന അസുരനെ വിളിച്ച് കൃഷ്ണനെ വധിക്കുവാനായി നിയോഗിച്ചു. എൻ്റെ സഹോദരി പൂതനയെ കൊന്ന ആ കള്ളകൃഷ്ണനെയും അവൻ്റെ ജ്യേഷ്ഠനെയും സഖികളെയും പശുക്കളെയും കൊന്നു തിന്നാതെ എൻ്റെ വൈരാഗ്യം തീരുകയില്ല എന്നുള്ള പ്രതികാര ചിന്തയോടുകൂടി ബകാസുരൻ ഭീമാകാരനായ ഒരു മലമ്പുള്ളിൻ്റെ രൂപത്തിൽ അതിരൂക്ഷങ്ങളായ കൊക്കുകളും നീട്ടി വൃന്ദാവനത്തിൽ ഗോപന്മാർ പശുക്കളെ മേയ്ക്കുന്ന സ്ഥലത്തിനടുത്ത് കാളിന്തിയുടെ തീരത്ത് വന്നു നിന്നു. സ്ഥാനമുറപ്പിച്ചു അവിടെ തന്നെ ആ അസുരൻ. പശുക്കളെയും കൊണ്ട് വെള്ളം കുടിപ്പിക്കുവാൻ നദിയിലേക്ക് വരുമ്പോൾ എല്ലാവരെയും കൊത്തി വിഴുങ്ങണമെന്നായിരുന്നു ആ ദുഷ്ടാസുരന്റെ ഉദ്ദേശം. ഗ്രീഷ്മകാലത്തിലെ ഒരു ഉച്ചസമയം മരക്കൊമ്പുകളിലെ ഉറിയിൽ കെട്ടിത്തൂക്കിയിട്ടിരുന്ന ചോറും കറികളും എടുത്തു ഭക്ഷിച്ചതിനു ശേഷം കൃഷ്ണനും കൂട്ടുകാരും കൂടി കൈകാലുകൾ കഴുകുവാനും വെള്ളം കുടിക്കുവാനും വേണ്ടി കാളിന്തി നദിയിലേക്ക് മന്ദം മന്ദം വന്നു. ഭീകരാകൃതിയിലുള്ള ഒരു ജന്തു വഴിമുട്ടി കിടക്കുന്നത് കണ്ട് ഭയത്തോടുകൂടി ഗോപാലബാലന്മാർ കൃഷ്ണനെ നോക്കി പറഞ്ഞു, കൃഷ്ണ, അങ്ങോട്ട് നോക്ക്. ഒരു ജന്തു അവിടെ വഴി തടുത്തു നിൽക്കുന്നത് കണ്ടോ? എന്തു ഭയങ്കരം! ഒരു വെളുത്ത പർവ്വതമാണത്. അല്ല, അതിന് 2 വലിയ ചിറകുകൾ കാണുന്നുണ്ടല്ലോ. പർവ്വതങ്ങളുടെ ചിറകുകൾ പണ്ട് ഇന്ദ്രൻ മുറിച്ചു കളഞ്ഞ സ്ഥിതിക്ക് അത് പർവ്വതമല്ല, തീർച്ച. നമ്മെ എല്ലാവരെയും കൊത്തി വിഴുങ്ങുവാൻ വേണ്ടി കിടക്കുന്ന ഒരു അസുര പക്ഷിയാണത്. അതാ നീണ്ടു കൂർത്ത കൊക്കുകൾ കാണുന്നില്ലേ? ഈ വഴിയെ വന്നത് അബദ്ധമായി പോയി. വെള്ളം കുടിച്ചില്ലെങ്കിലും വേണ്ടില്ല, നമുക്ക് തിരിച്ചു പോകാം. വരൂ കൃഷ്ണ, രാമ വരൂ. അയ്യോ, അതാ അവൻ ഇളകുന്നത് കണ്ടോ? എന്തൊരു സത്വമാണത്! ഈ വിധം ഗോപകുമാരന്മാർ ഭയത്തോടുകൂടി ആവലാതിപ്പെടുന്നത് കേട്ട് ഒരു നറുപുഞ്ചിരിയോടുകൂടി കണ്ണൻ അവരെ സമാധാനപ്പെടുത്തി. നിങ്ങൾ പേടിക്കണ്ട, ജ്യേഷ്ഠൻ്റെ കൂടെ ഇവിടെ നിൽക്ക്. ഞാനൊന്നവൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ, എന്താണ് കാര്യമെന്നറിയണമല്ലോ. ഈ വിധം പറഞ്ഞ് ഉണ്ണിക്കണ്ണൻ നേരെ അസുരന്റെ അരികിലേക്ക് സാവധാനം ചെന്നു. കൃഷ്ണനെ ഒറ്റയ്ക്ക് കണ്ടതോടുകൂടി തൻ്റെ ആഗ്രഹം സാധിച്ചു എന്നുള്ള സന്തോഷത്തോടുകൂടി ആ അസുരൻ തൻ്റെ പർവ്വത ശരീരമാകെ ഒന്ന് കുടഞ്ഞ് നീണ്ടു വളഞ്ഞ കൊക്കുകളും വിസ്താരമായി വിടർത്തി മുമ്പോട്ട് ഉഗ്രഭാവത്തോടുകൂടി ചാടിയെടുത്ത് മുരളീധരനെ കൊത്തി വിഴുങ്ങി. അവൻ കൊത്തി വിഴുങ്ങുകയല്ല ചെയ്തത്, കൃഷ്ണൻ അവൻ്റെ വായിലേക്ക് ചാടി കയറുകയാണ് ചെയ്തത്. തൻ്റെ ഇര വായിൽ കിട്ടിയതോടുകൂടി ബഗൻ വക്രതുണ്ടങ്ങൾ ബലമായി കൂട്ടിയടച്ചു. തങ്ങളുടെ ജീവന്റെ ജീവനായ കണ്ണനെ പക്ഷി വിഴുങ്ങിയത് കണ്ട് സഹിക്കാൻ വയ്യാത്ത സങ്കടത്തോടുകൂടി ഗോപബാലന്മാർ ഉച്ചത്തിൽ നിലവിളിച്ചു. പശുക്കിടാങ്ങളും പുല്ലു തിന്നാതെ അന്തിച്ചു നോക്കി നിന്നു. നിങ്ങൾ കരയാതെ ഇരിക്ക്, കൃഷ്ണന് ആപത്തൊന്നും വരികയില്ല എന്ന് രാമൻ കൂട്ടുകാരെ സമാധാനിപ്പിച്ചിട്ടും അവരുടെ കരച്ചിൽ അവസാനിച്ചില്ല. ബഗന്റെ ഗളാന്തർഭാഗത്തു പ്രവേശിച്ച ബലഭദ്രാനുജൻ തന്നിൽ അന്തർഭൂതമായിരിക്കുന്ന അഗ്നിയെ പുറത്തേക്ക് വമിപ്പിച്ചു. അതിൻ്റെ കൊടും ചൂടേറ്റ് അസുരപക്ഷിയുടെ കണ്ഠവും വയറുമെല്ലാം കത്തിയെരിഞ്ഞു. പ്രാണവേദനയോടുകൂടി ആ കശ്മലൻ വട്ടം കറങ്ങി വായ പൊളിച്ച് വസുദേവാത്മജനെ പുറത്തേക്കു ഛർദിച്ചു. അതോടൊപ്പം അവൻ കുടുകുടാ രക്തവും ഛർദിച്ചു. യാതൊരപായവും കൂടാതെ കൃഷ്ണൻ പുറത്തു വന്നത് കണ്ട് ഗോപബാലന്മാർ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി. പക്ഷേ അസുരൻ വിട്ടില്ല. പുറത്തു വന്ന വൈരിയെ കൊത്തിക്കീറി സംഹരിക്കുവാനായി ബഗൻ വക്രതുണ്ടങ്ങളും വിടർത്തിക്കൊണ്ട് മുമ്പോട്ടടുത്തു.
പരിഭ്രമിക്കേണ്ട എന്ന് ഒരു പുഞ്ചിരിയാൽ ജ്യേഷ്ഠനെ ധരിപ്പിച്ചിട്ട് കണ്ണൻ പാഞ്ഞെടുത്ത് തൻ്റെ കൊച്ചു കരങ്ങൾ കൊണ്ട് ആ അസുരന്റെ കൊക്കുകൾ രണ്ടും പിടിച്ചകറ്റി വലിച്ചു കീറി ശരീരം 2 പാളികളായി പൊളിച്ച് ദൂരത്തേക്കെറിഞ്ഞു. അത് കണ്ടപ്പോൾ ഗോപകുമാരന്മാർ ആർത്തു വിളിച്ചുകൊണ്ട് പലവിധ ആഹ്ലാദ പ്രകടനങ്ങളും നടത്തി. എൻ്റെ കൃഷ്ണ, നീ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇന്ന് ചത്തുപോകുമായിരുന്നു എന്ന് ചിലർ പറഞ്ഞു. നീയാണ് ഞങ്ങളുടെ ജീവനെന്ന് മറ്റു ചിലർ അവൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ചിലർ കൊച്ചു കണ്ണൻ്റെ കൈകൾ പിടിച്ച് ചുംബിച്ചു. ആ ദുഷ്ടന്റെ വായിൽ കയറിയപ്പോൾ നിനക്ക് വല്ല വേദനയും തോന്നിയോ കൃഷ്ണ എന്ന് ചിലർ അന്വേഷിച്ചു. അവന്റെ കൊക്കു പിടിച്ചു വലിച്ചു കീറിയപ്പോൾ നിന്റെ കുഞ്ഞിളം വിരലുകൾ മുറിഞ്ഞോ കൃഷ്ണ എന്ന് മറ്റു ചിലർ ചോദിച്ചു. ഇങ്ങനെ ഗോപകുമാരന്മാർ കൃഷ്ണന്റെ ചുറ്റും കൂടി നിന്നുകൊണ്ട് പലതും ചോദിക്കുന്നതിനിടയിൽ നീലമേഘവർണ്ണൻ നീലാംബരന്റെ അടുത്തു ചെന്ന് കെട്ടിപ്പിടിച്ചാലിംഗനം ചെയ്തു. ബലരാമൻ അനുജനെയും ആലിംഗനം ചെയ്ത് സന്തോഷാശ്രുക്കൾ തൂകി. അമ്പരദേശത്ത് നിരന്നു നിന്ന അമരന്മാർ പുഷ്പവൃഷ്ടികളും ചെയ്തു. ആ പൂക്കൾ കാറ്റുകൊണ്ട് കാറ്റിൽ നിന്നും പറന്നു വീണതാണെന്ന് ബാലന്മാർ വിചാരിച്ചു. സായാഹ്നമായപ്പോൾ പതിവ് പോലെ എല്ലാവരും അവരവരുടെ പശുക്കിടാങ്ങളെയും കൂട്ടി സ്വഗൃഹങ്ങളിലേക്ക് തിരിച്ചു. കൃഷ്ണന്റെ വേണുനാദം കേട്ട് ഗോപവനിതകൾ ആവേശഭരിതരായി പുറത്തുവന്ന് അവരെ എതിരേറ്റു. കണ്ണനെ ബഗൻ വിഴുങ്ങിയതും ഒടുവിൽ കണ്ണൻ പുറത്തു ചാടി അസുരനെ 2 കഷ്ണങ്ങളാക്കി നടുവേ വലിച്ചു കീറി വധിച്ചതും അങ്ങനെ അന്ന് യമുനാ നദീതീരത്തു വെച്ചു നടന്ന സംഭവങ്ങൾ മുഴുവനും ഗോപബാലന്മാർ ഒന്നും വിടാതെ വിസ്തരിച്ച് ഗോകുലവാസികളെ പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ അവർക്കുണ്ടായ അത്ഭുതവും കൃഷ്ണനോട് തോന്നിയ വാത്സല്യവും വർണ്ണനാതീതമായിരുന്നു. കൃഷ്ണൻ ഓരോരോ അവസരങ്ങളിൽ കാണിച്ച ലീലാവിലാസങ്ങളെ കുറിച്ച് പറഞ്ഞ് അവർ ആനന്ദിച്ചു. ഗർഗമഹർഷി പറഞ്ഞതുപോലെ ഉണ്ണി ഒരു അതിമാനുഷനാണ്. പൂർവ പുണ്യ സുഹൃതം കൊണ്ട് മാത്രമാണ് അവൻ നമ്മുടെ മകനായത്. ഈ വിധം പറഞ്ഞ് യശോദാറാണിയും നന്ദഗോപരും സന്തോഷിച്ചു. പിറ്റേ ദിവസം രാവിലെ കേട്ടറിഞ്ഞു വന്ന കുറെ ബ്രാഹ്മണർ ഗോപന്മാരും ഒരുമിച്ച് ചത്തുകിടക്കുന്ന ബഗനെ കാണുവാനായി കാളിന്തി തീരത്തിലേക്ക് എത്തി. 2 നീലമലകൾ പോലെ കട്ടച്ചോരയും ചേറും പൊടിയും പൊതിഞ്ഞ് ഭീകരമായ ആകൃതിയിൽ കിടക്കുന്ന 2 ജഡങ്ങളെ, അതായത് ഒരു ജഡത്തിൻ്റെ 2 ഭാഗങ്ങളെ കണ്ട് അവർ വിസ്മയിച്ചു. എങ്കിലും 5 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കൊച്ചു കൺമണി എങ്ങനെ ഈ ഘോരാസുരനെ ഈ വിധം 2 കഷ്ണങ്ങളായി വലിച്ചു കീറി? ഇത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് കാണികൾ പരസ്പരം മന്ത്രിച്ചു. ദിവസങ്ങൾ ഏതാനും പിന്നെയും കഴിഞ്ഞു. അന്നും പതിവ് പോലെ പ്രഭാതത്തിൽ കുളിച്ച് ഗോപീചന്ദന കുറികളും ചാർത്തി മഞ്ഞപ്പട്ടുടുത്ത് ആഭരണങ്ങളും അണിഞ്ഞ് തിരുമുടിയിൽ പീലികളും തിരുകി ചോറും കറികളും കോലും കുഴലും കയ്യിലെടുത്ത് നയനങ്ങളിൽ നീലാഞ്ജനവും എഴുതി നീലമേഘവർണ്ണൻ പശുക്കളെയും കൊണ്ട് മേയ്ക്കാനായി പുറപ്പെട്ടു. അന്ന് രാമൻ പോയില്ല. തനിച്ചു പോകേണ്ട എന്ന് യശോദയും നന്ദഗോപരും നിർബന്ധിച്ചിട്ടും കണ്ണനത് വകവച്ചില്ല. അപ്പോഴത്തേക്ക് മറ്റു ബാലന്മാരും തങ്ങൾക്കുള്ള ഭക്ഷണങ്ങളും എടുത്തുകൊണ്ട് അവരവരുടെ പശുക്കിടാങ്ങളെയും കൂട്ടി അവിടെ എത്തിക്കഴിഞ്ഞു. പിന്നീട് എല്ലാവരോടും കൂടി ഒരു കൂട്ടമായി കാളിന്തി നദീതീരത്തിലേക്ക് യാത്ര തിരിക്കാനായി മാതാപിതാക്കൾ പറഞ്ഞു. എല്ലാവരും അതനുസരിച്ചു. യാത്രാമുഹൂർത്തത്തിൽ പീതാംബരൻ തൻ്റെ മധുരമായ മുരളീനാദം മുഴക്കി.
അതേ തുടർന്ന് ചങ്ങാതിമാരും തങ്ങളുടെ ഓടക്കുഴലുകളിൽ ഗാനമുതിർത്തു. ആകെ ഗോവത്സങ്ങളുടെ എണ്ണം 1000-മേൽ വരുമായിരുന്നു. അവയെ നദീതീരത്തുള്ള പുൽത്തകിടികളിലും ഗോവർദ്ധനത്തിൻ്റെ അടിവാരങ്ങളിലും മേയാൻ വിട്ടിട്ട് കുമാരന്മാർ വൃക്ഷത്തണലുകളിൽ മാറിയിരുന്ന് കളിക്കുവാൻ തുടങ്ങി. കളിക്കുന്നതിനിടയിൽ അവർ നല്ല പൂമാലകളും കുന്നിക്കുരുമാലകളും ഉണ്ടാക്കി. കണ്ണൻ്റെ കഴുത്തിലും ശിരസിൽ പീലിത്തിരുമുടിക്കെട്ടിലും അവർ അത് അണിയിച്ചു. അത്രമാത്രം സ്നേഹവും ഭക്തിയും കൃഷ്ണനോട് അവർക്ക് ഉണ്ടായിരുന്നു. അവരുടെ ലീലകൾ പല വിധത്തിലായിരുന്നു. ചിലർ കോകിലങ്ങളെ പോലെ മൂളുക, ചിലർ പീലികളും പുറകിൽ വെച്ച് കെട്ടി മയിലുകളെ പോലെ ആടുക, ചിലർ പെണ്ണുങ്ങളെ പോലെ വേഷം കെട്ടി നൃത്തം ചെയ്യുക, ചിലർ മർക്കടങ്ങളെ പോലെ മരത്തിൽ കയറി ഗോഷ്ഠി കാട്ടുക. ഇങ്ങനെ പല വിധത്തിലുള്ള കളികൾ. ഇങ്ങനെ കളികളെല്ലാം കഴിഞ്ഞ് അവർ കാളിന്തിയിലിറങ്ങി കൈകാലുകളും മുഖവും കഴുകി വെള്ളം കുടിച്ചു ക്ഷീണം തീർത്തു പശുക്കിടാങ്ങൾ മേയുന്ന സ്ഥലങ്ങളിലേക്ക് യാത്ര തിരിച്ചു. പുത്രഭാവത്തെ കൊണ്ട് യശോദയ്ക്കും നന്ദഗോപർക്കും, മിത്രഭാവത്തെ കൊണ്ട് സഖാക്കളായ ഗോപന്മാർക്കും, മുഗ്ധഭാവത്തെ കൊണ്ട് ഗോപസ്ത്രീകൾക്കും, സ്നേഹഭാവത്തെ കൊണ്ട് ബന്ധുക്കൾക്കും, ശത്രുഭാവത്തെ കൊണ്ട് കംസാദികൾക്കും, നഷ്ടപുത്രഭാവത്തെ കൊണ്ട് ദേവകി വസുദേവന്മാർക്കും, മായാഭാവത്തെ കൊണ്ട് അജ്ഞന്മാർക്കും, ഭക്തിഭാവത്തെ കൊണ്ട് ഭക്തർക്കും കൃഷ്ണൻ സദാ ഹൃദയബിംബിതനായിരുന്നു. ചങ്ങാതിമാരായ ഗോപന്മാർക്ക് നന്ദകുമാരനോട് തോന്നിയ നിർവ്യാജ സ്നേഹത്തിന് കാരണം അതുതന്നെയാണ്. ബഗന്റെ അനുജനായ അഘൻ എന്ന അസുരൻ ഭോജരാജാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഒരു വലിയ ഭോഗീന്ദ്രൻ്റെ ആകൃതി അവലംബിച്ച് ഭഗവാൻ കൃഷ്ണനും കൂട്ടുകാരും വരുന്ന വഴിയിൽ വന്നു നിന്നു. അവരെ അപായപ്പെടുത്തണമെന്നുള്ള തീരുമാനത്തിലാണ് അങ്ങനെ ചെയ്തത്. തൻ്റെ ജ്യേഷ്ഠനായ ബഗനെയും ജ്യേഷ്ഠത്തിയായ പൂതനെയും വധിച്ച നീചനാണ് കൃഷ്ണൻ. അവനെ കൊന്ന് അവൻ്റെ ചോര കൊണ്ട് അവർക്ക് തർപ്പണം നടത്തണം. ഈ വിധം നിശ്ചയിച്ച് ഭീമാകാരമായ ഒരു പെരുമ്പാമ്പിൻ്റെ വേഷം ധരിച്ച് വിവിധ വിസ്താരത്തിൽ അവൻ വായും പൊളിച്ച് ആ ദുഷ്ടൻ കൃഷ്ണനും ഗോപന്മാരും സഞ്ചരിക്കുന്ന വഴിയിൽ വന്ന് അനക്കമില്ലാതെ കിടന്നു. ഗോക്കളെ വെള്ളം കുടിപ്പിച്ചു മേയാൻ വിട്ടതിനു ശേഷം എല്ലാവരും കൂടി തിരിച്ചു വരുമ്പോൾ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം ഒരു വലിയ ഗുഹ വഴിയിൽ കാണപ്പെട്ടു. കൃഷ്ണൻ ഏറ്റവും പിറകിലായിരുന്നു. താഴെ ഭൂതലവും മുകളിൽ മേഘതലവും മുട്ടിയാണ് ആ ഉരകാസുരന്റെ വക്രം വിടർന്നു നിന്നിരുന്നത്. പെരുമ്പാമ്പ് വായ പൊളിച്ചിരിക്കുകയാണ്. ഗോപകുമാരന്മാർ വിചാരിച്ചു അതൊരു ഗുഹയാണെന്ന്. അവർ ചിന്തിച്ചു, അതിൽ കൂടി കടന്നാൽ അപ്പുറത്ത് നല്ല പുൽമേടുകൾ കണ്ടുപിടിക്കാൻ കഴിയും. നമ്മൾ ഇതേവരെ ഈ വഴി കാണാതിരുന്നത് മോശമായിപ്പോയി. ഈ വിധം പറഞ്ഞുകൊണ്ട് അവർ ആ പെരുമ്പാമ്പിൻ്റെ വായിൽ കൂടി കടന്ന് ആ അസുരൻ്റെ ഉദരത്തിലെത്തി. അപ്പോഴാണ് ശത്രുവിൻ്റെ വയറ്റിൽ തങ്ങൾ അകപ്പെട്ടിരിക്കുന്ന വിവരം പാവപ്പെട്ട പശുപാലക ബാലന്മാർ അറിയുന്നത്. അവർ പ്രാണരക്ഷാർത്ഥം അവിടെ കിടന്ന് ബഹളം കൂട്ടി കരഞ്ഞു. ഏറ്റവും പിന്നിലായിരുന്ന കണ്ണനും അവൻ്റെ ഉദരത്തിലെത്തിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ തൻ്റെ സഖികളായ കുമാരന്മാരെ രക്ഷിക്കാനാണ് കൃഷ്ണൻ ആ അസുരൻ്റെ ഉദരത്തിൽ പ്രവേശിച്ചത്. ശത്രുവും അവൻ്റെ മിത്രങ്ങളും തൻ്റെ വയറ്റിൽ അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സന്തോഷത്തോടു കൂടി അഘാസുരൻ വായ പെട്ടെന്ന് അടച്ചു മുറുക്കി.
കാളിന്തിയുടെ മറ്റൊരു ഭാഗത്ത് കാളിയൻ എന്ന ഘോര സർപ്പം വിഹരിക്കുന്നുണ്ടെന്ന് അഘാസുരൻ കേട്ടിട്ടുണ്ട്. വൈരികളെയും വയറ്റിലിട്ടുകൊണ്ട് അങ്ങോട്ട് ഇഴഞ്ഞു പോകുവാൻ ആ അസുരൻ ശ്രമിച്ചു. പക്ഷേ അല്പം പോലും അവൻ അനങ്ങാൻ കഴിഞ്ഞില്ല. തൻ്റെ തോഴരുടെ വിഷമങ്ങളും മരണഭീതിയും കണ്ട് മരതകവർണ്ണൻ അവരെ സമാധാനപ്പെടുത്തി. അനന്തരം മൂവടി കൊണ്ട് 3 ലോകവും അളന്ന വാമനമൂർത്തിയായ ആ കണ്ണൻ ആ ഉരകരൂപിയായ അസുരന്റെ ഉദരത്തിൽ നിന്നുകൊണ്ട് വളരുവാൻ തുടങ്ങി. നിമിഷം കൊണ്ട് അസുരന്റെ സർവനിശ്വാസങ്ങളും നിലച്ചു. ശരീരം വലിഞ്ഞു പൊട്ടുവാൻ തുടങ്ങി. വീർപ്പുമുട്ടി കണ്ണുകൾ തുറിച്ച് മരണപരാക്രമത്തോടുകൂടി ആ അസുരൻ പൊട്ടി നിലത്തു വീണ പർവ്വത ശൃംഗം പോലെ ഉരുളുവാൻ തുടങ്ങി. തൻ്റെ ഉദരത്തിൽ പള്ളികൊള്ളുന്ന പരമാത്മാവായ ഉണ്ണികൃഷ്ണന്റെ ശ്യാമസുന്ദരമായ രൂപം അവൻ ഓർമ്മിച്ചു. അതോടുകൂടി ഘോരമായ ഉഗ്രരൂപം മാറി അഘാസുരന്റെ ശരിയായ രൂപം പ്രത്യക്ഷപ്പെട്ടു. അതിനിടയിൽ കൃഷ്ണനും ചങ്ങാതിമാരും അവൻ്റെ പിളർന്ന വായിൽ കൂടി പെട്ടെന്നു തന്നെ പുറത്തേക്ക് കടന്നു. അസുരൻ കൈകാലുകൾ നിലത്തടിച്ച് നവദ്വാരങ്ങളിൽ നിന്നും ഒഴുകിയ രക്തത്തിൽ കുളിച്ച് ശരീരം വലിച്ചു കോച്ചി കോച്ചി മരണം പ്രാപിച്ചു. അവൻ്റെ ആത്മാവ് ആകാശത്തിലേക്ക് ഉയർന്നു. വിണ്ണിലേക്കുയർന്ന അഘാസുരന്റെ ആത്മാവ് ഒരു ജ്യോതിസായി പ്രകാശിച്ചുകൊണ്ട് സാവധാനം താഴേക്ക് വന്ന് ശ്രീഹരിയിൽ വിലയം പ്രാപിച്ചു. അതുകണ്ട ദേവതകൾ ശ്രീഹരിയെ വാഴ്ത്തി സ്തുതിച്ചു. അഘൻ കൃഷ്ണന്റെ വൈരിയായിരുന്നു, ദുഷ്ടനായിരുന്നു, പാപിയായിരുന്നു, അസുരനായിരുന്നു. എങ്കിൽ തന്നെയും പരമോന്നതമായ സായൂജ്യ പദമാണ് അവന് ലഭിച്ചത്. എന്താണതിനു കാരണം? അവൻ്റെ ശ്വാസം നിലച്ച അവസരത്തിൽ ഭഗവാൻ അവൻ്റെ ഉദരത്തിലായിരുന്നു. അവൻ്റെ സ്മരണ മുഴുവനും ആ ദിവ്യ വിഗ്രഹത്തെ കുറിച്ചായിരുന്നു. മരണവേദനകൾക്കിടയിൽ അവൻ്റെ ഉൾക്കണ്ണുകൾ കൊണ്ട് കണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ആനന്ദസുന്ദരമായ രൂപത്തെയായിരുന്നു. കൃഷ്ണൻ സാക്ഷാൽ പരമാത്മാവാണെന്നുള്ള ബോധ്യം അവന് ആ സമയത്ത് ഉണ്ടായി. അതുകൊണ്ടാണ് അവൻ അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങളിൽ ലയിച്ച് സായൂജ്യപദം പ്രാപിച്ചത്. ഇതേ സൽഗതി തന്നെയാണ് അവൻ്റെ സഹോദരിയായ പൂതനയ്ക്കും ലഭിച്ചത്. എത്ര ദുഷ്ടനും ശത്രുവുമാണെങ്കിൽ പോലും മരണസമയത്ത് ഭഗവാനെ കാണുകയും മനസ്സിൽ ഭഗവാന്റെ സ്മരണയുണ്ടാവുകയും ചെയ്താൽ അങ്ങനെയുള്ളവന് സായൂജ്യം ലഭിക്കുമെന്നുള്ളതിന് ഒരു ഉത്തമമായ ഉദാഹരണമാണ് അഘാസുരമോക്ഷം. വിരോധം കൊണ്ടോ വിദ്വേഷം കൊണ്ടോ ഭീതി കൊണ്ടോ ഭക്തി കൊണ്ടോ എന്തുകൊണ്ടായാലും സദാ ഭഗവാനെ സ്മരിക്കുന്നവർ മോക്ഷത്തിന് അർഹനാണ്. ഹരേ കൃഷ്ണ. അതുകൊണ്ടാണ് ഒരു ഭക്തന് മോക്ഷം ലഭിക്കുന്നത്. ഒരു നിരീശ്വരവാദിക്കും മോക്ഷം ലഭിക്കും. കാരണം അവൻ നിരീശ്വരവാദിയാണെങ്കിലും സദാ ഈശ്വരനില്ല, ഈശ്വരനില്ല, ഈശ്വരനില്ല എന്നുള്ള ചിന്തയിൽ 24 മണിക്കൂറും ഈശ്വരനില്ല എന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിനിടയിൽ ഒരുപക്ഷെ ഒരു ഭക്തൻ ഈശ്വരനെ ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഒരു നിരീശ്വരവാദി, അതല്ലെങ്കിൽ ഭഗവാനില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തി, അല്ലെങ്കിൽ ഭഗവാന്റെ ശത്രു ഈശ്വരനെ ഓർത്തുകൊണ്ടേയിരിക്കുന്നു. ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അജാമിള മോക്ഷം നമ്മൾ പഠിച്ചു. കംസനും ഇത് തന്നെയാണ് ചെയ്യുന്നത്. എപ്പോഴും ചിന്ത ഭഗവാനെ പറ്റിയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഭഗവാന്റെ ശത്രുക്കളും മോക്ഷപദത്തിലേക്ക് എത്തുന്നത്. ഒരു ശത്രുവിന് പോലും ഇത്രയും വലിയ ഭാഗ്യമാണ് ഭഗവാൻ കൊടുക്കുന്നതെങ്കിൽ സദാ ഭക്തിഭാവത്തോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കുന്നവന് ഭഗവാൻ എന്താണ് നൽകുന്നതെന്ന് ചിന്തിച്ചു നോക്കുക.
കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഭഗവത്ഗീത പഠിച്ചപ്പോൾ അതിലൊക്കെ ഭഗവാൻ പറയുന്നത് എന്താണ്? ദുഷ്ടനാണെങ്കിൽ പോലും നീ എന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിനക്ക് മോക്ഷമുറപ്പാണ്. ദുഷ്ടന്റെ ഹൃദയത്തിൽ ഞാൻ വസിക്കുമ്പോൾ ആ ഹൃദയം ഞാൻ എന്ത് ചെയ്യും? ശുദ്ധീകരിക്കും. ഭഗവത്ഗീതയുടെ ക്ലാസ്സുകൾ നമ്മൾ കുറേശ്ശെ ഇടുന്നുണ്ട്. എല്ലാവരും അത് കേൾക്കണം, പ്രാർത്ഥിക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഭഗവാനെ സദാ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, ധ്യാനിച്ചുകൊണ്ടേയിരിക്കുക, ഭഗവാനെ വിശ്വസിക്കുക. തീർച്ചയായിട്ടും ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. ഹരേ കൃഷ്ണ.